ബ്രോ ഭയങ്കര മോശമാണ്. ഫസ്റ്റ് ഹാഫ് എങ്കിലും കുറെ സീൻസ് ഒക്കെ അടിപൊളി, ഫസ്റ്റ് പാർട്ട് കുറെ സീൻസ് ഒക്കെ അടിപൊളിയാണ്. ഇത് മൊത്തം അലമ്പ, ഒരു ഹൈ മൊമെന്റ്സ് ഒന്നുമില്ല. വലിയ രസമില്ല പടം കാണാൻ. അപരാധമാ, അപരാധമാ. ഞാൻ പറയുമ്പോൾ ഫസ്റ്റ് പാർട്ട് നല്ല ചില സീൻസ് ഒക്കെ ഫുള്ളായിട്ട് കുഴപ്പമില്ല, ചില സീൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഇല്ല അങ്ങനത്തെ ഒരു സീൻസ് ഇല്ല. നല്ല പടം, നല്ല പടം, കുഴപ്പമില്ല. പടം പടം ഉണ്ടായിരുന്നു ബ്രോ, പടം ഉണ്ടായിരുന്നു. ഇൻട്രോൽ മാസൊക്കെ ഫാസിൽ കയറി തകർത്തു വരുമായിരുന്നു. നമ്മുടെ ഒരു പപ്പാടെ ഒരു പടമാണിത്. പെർഫോമൻസ് രണ്ടുപേരും തകർത്തു. മാസമാണ്, അടിപൊളി മാസമാണ്. ഫസ്റ്റിനേക്കാളും നല്ല മാസമാണ്. പക്ഷേ നമുക്ക് ഇച്ചിരി ഇത് തോന്നുന്ന ഫസ്റ്റാണ്. ഇച്ചിരിയും കൂടെ നമുക്ക് കൂടുതൽ അട്രാക്ട് തോന്നുന്നത് ഫസ്റ്റാണ്. അത്ര ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ലെങ്ത് കൂടിയ വെച്ച് നമുക്ക് ഇച്ചിരി മടുത്തു പടം. കുറേ കഴിയുമ്പോൾ തന്നെ 3.5 മണിക്കൂർ എന്നൊക്കെ പറയുന്ന ഒരു പടത്തിന് ഭയങ്കര നീളമാണ്. അത്രയും ചെയ്യേണ്ടായിരുന്നു, കുറച്ചും കൂടെയൊക്കെ കുറയ്ക്കായിരുന്നു പടം. കുറച്ചായിരുന്നില്ല ഫസ്റ്റിൻ്റെ ഒക്കെ തന്നെ വന്നാലേ. കമ്പയർ ബൈ ഫസ്റ്റ് നല്ലത്, മോശം എന്നല്ല പറഞ്ഞത്. കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെയാണ് നല്ലത്. കഴിഞ്ഞ തവണത്തെ പെർഫോമൻസിന് ഒരു നാഷണൽ അവാർഡ് അല്ലേ ഒറിജിനൽ ലഭിച്ചിരുന്നു. ഇത്തവണത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് മുകളിലാണ്. ഒരുപാട് സട്ടിലായിട്ടാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. നമുക്ക് അഭിമാനമായിട്ട് ഫഹദ് ഫാസിലിന്റെ മറ്റൊരു ട്രെയിലറിൽ തന്നെ വലിയൊരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിൽ അത് കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു? തിയേറ്ററിൽ ഫഹദ് അല്ല, ഞാൻ ഫഹദിനും ഈ പറഞ്ഞ പോലെ അല്ലുവിന് എത്രത്തോളം കൈയടിയുണ്ടോ അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ കേരളത്തിൽ. അറിയാമല്ലോ, നമ്മളിപ്പോൾ ഈ തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു. ഫഹദിനെ കാണിക്കുമ്പോൾ മുതൽ ക്യാരക്ടർ അവസാനിക്കുന്നവരെ ഫഹദിൻ്റെ ഓരോ ഡയലോഗും ആൾക്കാർ കൈയടിക്കുകയും പ്രത്യേകിച്ച് ഇന്റർവെൽ സീനൊക്കെ വളരെ മരണമാസമായിരുന്നു. ഇത്രയും വലിയ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷം, വലിയ ഭാഗ്യമാണ്. സന്തോഷം മാത്രമല്ല, ഈ 18 വർഷമായിട്ട് അല്ലുവിന് ഡബ് ചെയ്യാണ്. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏതാണെന്ന് ചോദിച്ചാൽ പുഷ്പ 2-ലാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ഏറ്റവും സട്ടിലായിട്ട് ബിഹേവ് ചെയ്തിരിക്കുന്നതും ഈ സിനിമയിലാണ്. എല്ലാ ലാംഗ്വേജിലുള്ള ആളുകൾക്കും ആസ്വദിക്കുന്ന രീതി തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് സുകുമാർ സാറിനെയാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡബിങ് തിയേറ്ററിൽ കാണുമ്പോൾ വർക്ക് ആകുമെന്ന് സംശയം ഉണ്ടായിരുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് ആൾക്കാർ അത്തരം സീനുകൾ തുടങ്ങുമ്പോഴേ കൈയടിക്കുകയും കറക്റ്റ് ഒരു ഓഡിയൻസിൻ്റെ പൾസ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡയറക്ടർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സീൻസ് ഈ സിനിമയിലുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ബാക്കി നിങ്ങൾ പറയൂ.